നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, രണ്ടോ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മളത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള കേസുകളെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. അല്ല, ഒരൊറ്റ വരിയിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഇത് വിട്ടുപോകും. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതുകൂടെ കോടതി വെറുതെ വിട്ടില്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? ഭാഗ്യലക്ഷ്മിയുടെ വാദം കണ്ടോ? അതായത് ദിലീപിനെയും വേടനെയും പുള്ളിക്കാരെ താരതമ്യം ചെയ്തിരിക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനത് അദ്ദേഹം ചോദിക്കുകയാണ്, രണ്ടോ അതിലധികമോ ബലാത്സംഗ കേസുകളിൽ പ്രതിയായിട്ടുള്ള വേടൻ സംസ്ഥാന അവാർഡ് ജൂറി ആയിട്ടുള്ള അവിടുന്ന്, അതായത് ഭാഗ്യലക്ഷ്മി എന്തുകൊണ്ട് അത് എതിർക്കുകയോ ആ ഗ്രൂപ്പിൽ നിന്ന് രാജിവെക്കുകയോ ചെയ്തില്ല. അപ്പം ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്, അത് കോടതി പറഞ്ഞിരിക്കുകയാണ്, ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധപ്പെടലായതുകൊണ്ട് തന്നെ അതിന് വാല്യൂ ഇല്ല, കാരണം അത് ബലാത്സംഗമായിട്ട് പരിഗണിക്കുന്നില്ല, അതുകൊണ്ട് മുൻകൂർ ജാമ്യം കിട്ടി. അപ്പം ശ്രീജിത്ത് ചോദിക്കുന്നുണ്ട്, അപ്പൊ ദിലീപിനെ കോടതി തന്നെയല്ലേ വെറുതെ വിട്ടത്? എന്തുകൊണ്ട് കോടതി പറയുന്ന കാര്യം വേടന്റെ കാര്യത്തിൽ മാത്രം വിശ്വസിക്കുന്നു, ദിലീപിന്റെ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല? ഇല്ല, അത് ഞങ്ങൾ വിശ്വസിക്കത്തില്ല, അത് കാരണം ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ദിലീപിന്റെ കാര്യമാകുമ്പോൾ കോടതി കള്ളം പറയും, വേടന്റെ കാര്യമാകുമ്പോൾ കോടതി കള്ളം പറയുകയില്ല. എന്തൊരു ഇരട്ടത്താപ്പാണ് ഈ കാണിക്കുന്നത് അല്ലേ? അപ്പൊ ഒരാളുടെ ദേഷ്യം മാത്രമാണ് ഇതിപ്പോ ബലാത്സംഗമായിട്ടുള്ള ഇതിന് ബന്ധമില്ല. ഭാഗ്യലക്ഷ്മിയുടെ ദിലീപിനോടുള്ള വിരോധം മാത്രമാണ് വെളിപ്പെടുത്തുന്നത്. കാരണം ഇങ്ങനത്തെ കേസ് കിട്ടിയോണ്ട് കൂടെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കേസ് അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിയുടെ പൊടി പോലും ഇതിനകത്ത് കാണത്തില്ല. കാരണം ഈ ഇരട്ടത്താപ്പ് അത് ആലോചിക്കുക. വേടന്റെ കാര്യത്തിൽ വേടൻ ഇപ്പം അയാൾക്ക് എതിരെടുക്കുന്നതല്ല, വേണമെങ്കിൽ അവിടെ നിന്ന് മാറി നിൽക്കാം. നമുക്ക് ഇങ്ങനത്തെ വാദങ്ങൾ മാത്രം പറയാം. സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ്, നമുക്ക് അവിടെ നിന്ന് മാറി നിൽക്കാം. പക്ഷെ ഭാഗ്യലക്ഷ്മി ആ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. കാരണം ഭാഗ്യലക്ഷ്മിക്ക് ഫെയിം എന്ന് പറഞ്ഞ കാര്യം ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ദിലീപിന്റെ കേസിൽ ദിലീപിന്റെ ലോകം മൊത്തം പറഞ്ഞാലും കോടതി പറഞ്ഞാലും സുപ്രീം കോടതി പറഞ്ഞാലും, ഇപ്പം ഇവർ പറയുന്ന കോടതികൾ ഇനി മുകളിലുണ്ട്. കോടതി ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞാൽ അത് പറയും സുപ്രീം കോടതി ഉണ്ടെന്നുണ്ട്. സുപ്രീം കോടതി മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി കോടതിയില്ല, കോടതി മൊത്തം കള്ളത്തിലാണെന്ന് പറയും. വേടന്റെ കാര്യം പറയാൻ നേരത്ത് കോടതി പറഞ്ഞിട്ടുണ്ട്, ഉഭയസമ്മത പ്രകാരമാണ് ബന്ധപ്പെട്ടതുകൊണ്ട് അത് കേസ് വാല്യൂ അല്ലെന്ന് കോടതി പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കും. ആ കാര്യത്തിൽ വേടൻ ഇത്തിരി സാധാരണക്കാരനാണ്, വേടന്റെ പൈസ കുറവാണ്. ദിലീപിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ദിലീപ് പൈസക്കാരനായതുകൊണ്ട് തന്നെ നടക്കത്തില്ല. അല്ലെങ്കിൽ ദിലീപിന്റെ ഒക്കെ കാശ് ചിലപ്പോൾ ചോദിച്ചു കാണും, പറഞ്ഞ ചിലപ്പം ഈ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വല്ല കാശ് ചോദിച്ചു കാണും. കാരണം ബാലേന്ദ്രകുമാർ പൈസ ചോദിച്ച എൻ്റെ ഓഡിയോ ക്ലിപ്പൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. കാരണം 1 വർഷം 1.5 വർഷം അത് കൈവച്ചിട്ട് എനിക്ക് മനസ്സിൽ വിഷമം വന്നുകൊണ്ട് ഞാൻ വെളിയിൽ പറയുന്ന പറഞ്ഞാൽ ബാലേന്ദ്രകുമാർ ഇടയ്ക്കൊന്നും പറഞ്ഞില്ല. ബാലേന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതാണ്, രസമാണ്. കാരണം അവർ പറഞ്ഞ സമയത്തും ഡേറ്റിലും ദിലീപിനെ അദ്ദേഹം കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ദിലീപ് അവിടെ ഇല്ല, വേറെ സ്ഥലത്തായിരുന്നു. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള ഒരു തെളിവാണ് സുനിൽ ഗുണ്ട എന്ന് പറഞ്ഞാൽ 650 രൂപയുടെ ഒരു വൗച്ചർ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. 650 രൂപയുടെ ഒരു വൗച്ചർ ഏതോ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുള്ളതിന്റെ എന്തോ വൗച്ചറാണ്. അതായത് 57 പേർക്ക് കണ്ട വൗച്ചർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏതോ സുനിൽ എന്ന് പറഞ്ഞ ആളുണ്ടെന്ന് പറഞ്ഞത് പൾസർ സുനിയാണെന്ന് പറഞ്ഞ് സുനിൽ എസ്, അതാണ് പൾസർ സുനിയുടെ പേര്. സുനിൽ കുമാർ എന്ന് പറഞ്ഞാൽ അത് 650 ഒരു ഏതോ രസീതുണ്ട്. അത് പൾസർ സുനിക്ക് 650 രൂപ ദിലീപ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതുവരെ ഹാജരാക്കിയിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പറയാൻ ആശയങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് ഈ എന്താ പറയുക ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ് കുറ്റവാളിയാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ ഈ എന്താ പറയുന്നത്, അവൾക്കൊപ്പം എന്നുള്ള ലേബല് ഒരു നടിക്കൊപ്പം മാത്രം ഒതുങ്ങുന്നതിനോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. ഭാഗ്യലക്ഷ്മി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, ദിലീപിനെ ശിക്ഷിക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ എന്തുകൊണ്ട് വേറെ ആൾക്ക് ഇതേ കേസിൽ വരുന്ന വേറെ ആളുടെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ട്? അത് കോടതി പറയുന്ന അതേ കണക്കാനെ വിഴുങ്ങുകയും ദിലീപിനെ വെറുതെ വിടുന്നത് മാത്രം ഞങ്ങൾക്ക് വിഴുങ്ങാൻ പറ്റത്തില്ല, അത് വിധി പൂർണ്ണമല്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിന്റെ പേരിലാണെന്നൊന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളായിരുന്നു.